എന്താ മോനെ, എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവിംഗ് ഈസ് എ സീരിയസ് ബിസിനസ്. എടാ അതുകൊണ്ട് ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 100 bhp പവർ, ഒരു 100-150 ട്രോക്കൊക്കെ വേണോടാ. അണിഞ്ഞൂടല്ലേ? പണ്ട് പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാതെ കണ്ട കഫേ പോയിരുന്ന കുൽസിതം കണ്ടോണ്ടിരുന്ന എങ്ങനെ ഇരിക്കും? ത്രില്ലൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ പണിയും ചെയ്ത് തലയ്ക്ക് ചൂടും പിടിച്ച് ടെക്നോപ്പറിലെ മുട്ടൻ ട്രാഫിക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴേ ഒന്ന് റിലാക്സ് ആയി കംഫർട്ടായിട്ട് പോകാൻ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല യൂസർ എക്സ്പീരിയൻസ് ഉള്ള ഒരു വണ്ടി വേണം. കംഫർട്ട് മുഖ്യം. നിങ്ങൾ ഒരുപാട് മുക്കല്ലേ? അയ്യോ, ഇയാൾ എന്തോ ഒരു വാട്സാപ്പ് അമ്മമാരെ പോലെ. അളിയാ, നീ ഞാൻ പറഞ്ഞേക്ക്, ഇവിടെ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. എടാ, ഇയാൾ ഈ പറഞ്ഞ കംഫർട്ടുള്ള വണ്ടിയെ കണ്ടാവിടല്ലോ ഒരുമാതിരി ഇപ്പൊ ഓടിയൻ ലാലേട്ടന്റെ മോൻ പോലെ ഇരിക്കും. എന്നാലും എന്റെ ശ്രീമാർജി പെട്രോളിനുണ്ടായതിനെ വിവരക്കേട് പറയാതടാ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഞാനിന്നൊരു വണ്ടി നോക്കാൻ പോകുന്നുണ്ട്, നിങ്ങളും വാ. എന്റെ ആളിയാ, തുടരുമിന്റെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വന്നിരിക്കണം. ഹോണ്ട ന്യൂ എലിവേറ്റർ വരുമ്പോൾ 121 PS പവറും 144 Nm ടോർക്കുമാണ് വരുന്നത്. ഇത് വേൾഡിൽ തന്നെ പ്രൂവൺ ആയിട്ടുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 ലിറ്റർ IVTEC എഞ്ചിനാണ് വരുന്നത്. അളിയാ, വെള്ളത്തിൽ വീണാൽ ഇങ്ങനെ ചാടി രക്ഷപ്പെടാം. അവ എവിടെ? അളിയാ, ഇഷ്ടം പോലെ സ്ഥലം, ഒരു 10 വാഴക്കൊല കയറും. ഇത് മതി അളിയാ. വണ്ടിയൊക്കെ കൊള്ളാം, പക്ഷെ ഈ പോക്കറ്റിൽ കയറും. അളിയാ, വണ്ടി എടു, നേരെ വാഗമൺ, ട്രിപ്പ് മോഡ് ഓൺ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഈ വണ്ടി ഓട്ടിക്കാൻ അറിയില്ല.